ശാസ്ത്രത്തിന് പ്രാധാന്യം നൽകിയ ഇന്ത്യ ആയിരുന്നു പഴയ ഇന്ത്യ. പക്ഷേ പുതിയ ഇന്ത്യ എന്നുള്ളത് ഹിന്ദുക്കളുടെയും മുസ്ലിമീങ്ങളുടെയും ഇടയിൽ എങ്ങനെ വിള്ളലുണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുടെ ഇന്ത്യയായി പുതിയ ഇന്ത്യ മാറിയിരിക്കുകയാണ്. പഴയ ഇന്ത്യ എന്നുള്ളത് ടെക്നോളജിയുടെ ഇന്ത്യ ആയിരുന്നു, സാങ്കേതിക വിദ്യയുടെ ഇന്ത്യ ആയിരുന്നു. എന്നാൽ പുതിയ ഇന്ത്യ എത്ര മസ്ജിദുകൾ തകർത്തു കളയാം എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ ഇന്ത്യ എന്നുള്ളത് ഏറ്റവും വലിയ സാമ്പത്തികമായ പുരോഗതിയുടെ നേട്ടങ്ങളെ കുറിച്ച് അഭിമാനം പറയാൻ കഴിയുന്ന ഇന്ത്യ ആയിരുന്നു പഴയ ഇന്ത്യ. പക്ഷേ പുതിയ ഇന്ത്യ ആർക്കൊക്കെ വേണ്ടി എവിടെയൊക്കെ കോടികൾ ചെലവാക്കി സ്മാരകങ്ങൾ നിർമ്മിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ്. പഴയ ഇന്ത്യ എത്ര പേർക്ക് തൊഴിൽ നൽകാം എന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയിരുന്ന ഇന്ത്യ ആയിരുന്നു. എന്നാൽ പുതിയ ഇന്ത്യ ബീഫിൽ എത്രത്തോളം ബിലീഫ് ഉണ്ട് എന്ന് അന്വേഷിക്കുന്ന, പോത്തിറച്ചിയിൽ മാട്ടിറച്ചിയിൽ എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് അന്വേഷിക്കുന്ന ഇന്ത്യ ആയിട്ട് പുതിയ ഇന്ത്യ മാറിയിരിക്കുകയാണ്. പഴയ ഇന്ത്യ ഏറ്റവും വലിയ വ്യവസായത്തിന്റെയും തൊഴിൽ രംഗത്തിന്റെയും ഇടമായിരുന്നു പഴയ ഇന്ത്യ. എന്നാൽ പുതിയ ഇന്ത്യ ഏതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ ഭരണാധികാരികൾക്കെതിരെ ഉണ്ടാകുമ്പോ പാകിസ്ഥാനെ മുൻനിർത്തിക്കൊണ്ട്, ചൈനയെ മുൻനിർത്തിക്കൊണ്ട്, മറ്റ് ശത്രു രാജ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്ന ദുർബലരായ ചില ഭരണാധികാരികളുടെ ഇന്ത്യ ആയിട്ട് പുതിയ ഇന്ത്യ മാറിയിരിക്കുകയാണ്. പഴയ ഇന്ത്യ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ഇന്ത്യയായിരുന്നു. എന്നാൽ പുതിയ ഇന്ത്യ ലവ് ജിഹാദിന്റെ ഇന്ത്യയായി. പ്രണയത്തിൽ മതം കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുന്ന, സ്നേഹത്തിൽ മതത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം തലയ്ക്കും മതഭ്രാന്ത് പിടിച്ച ആളുകളുടെ ഇന്ത്യയായിട്ട് പുതിയ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ ഇന്ത്യ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഇന്ത്യയായിരുന്നു. സുരക്ഷിതമായി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്ന വലിയ മഹത്തരമായ പാരമ്പര്യമുള്ള ഇന്ത്യയായിരുന്നു പഴയ ഇന്ത്യ. പക്ഷേ പുതിയ ഇന്ത്യ ആവട്ടെ എങ്ങനെയാണ് ഹിന്ദുത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു വർഗീയ രാഷ്ട്രം സൃഷ്ടിച്ചെടുക്കാം, ഒരു വർഗീയതയുടെ ഏറ്റവും വലിയ ഭൂതങ്ങളെ എങ്ങനെയാണ് കുടത്തിൽ നിന്ന് അഴിച്ചുവിടാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രം, ഹിന്ദു രാഷ്ട്രമല്ല. ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ മുസ്ലിമീങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. കാരണം ഒരിക്കലും ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിമീങ്ങളുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രമുണ്ടല്ലോ, ഏറ്റവും വലിയ വർഗീയതയുടെ ഫാസിസ്റ്റ് തമ്പുരാക്കന്മാരുടെ ഈ രാഷ്ട്രം, ആ രാഷ്ട്രത്തെ എങ്ങനെ കെട്ടിപ്പടുത്താം എന്ന് ഗവേഷണം നടത്തുന്ന ആളുകളുടെ ഇന്ത്യയായി പുതിയ ഇന്ത്യ മാറിയിരിക്കുകയാണ്. പഴയ ഇന്ത്യ യൂണിറ്റിയുടെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ ഇന്ത്യ ആയിരുന്നു. എന്നാൽ പുതിയ ഇന്ത്യ എന്നുള്ളത് ഒരുതരം രാഷ്ട്രീയമായ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരു കൂട്ടം കലാപകാരികളുടെ, കശ്മലന്മാരുടെ, കാട്ടാളന്മാരുടെ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നശിച്ച കാലഘട്ടത്തിലും ഈ വർഗീയതയുടെ കാലഘട്ടത്തിലും അള്ളാഹു നമുക്ക് നൽകിയ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ലോകത്തെ മുഴുവൻ മതവിശ്വാസികളോടും മതമില്ലാത്തവരോടും ഗാന്ധിജിയോടൊപ്പം ചേർന്ന് നിന്നത് മുസ്ലിമായ അബുൽ കലാം ആസാദ് ആയിരുന്നു. യഥാർത്ഥ മുസ്ലിമായിരുന്ന മൗലാന അബുൽ കലാം ആസാദ്. ആ അബുൽ കലാം ആസാദിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് ഹിന്ദുവായ ഗാന്ധി, മറുഭാഗത്ത് മതമില്ലാത്ത ജവഹർലാൽ നെഹ്റു. മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒരേപോലെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച രാജ്യത്തിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യത്തെ ഖുർആൻ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്.